മുൻ ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് ടി.പി. കുഞ്ഞിരാമന്റെ പേരിൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം ജോൺ ബ്രിട്ടാസ് എം.പിക്ക്. പാർലമെന്റിലെ മികച്ച പ്രവർത്തനത്തിനാണ് പുരസ്കാരമെന്ന് ജൂറി അംഗം എം.വി. നികേഷ് കുമാർ കണ്ണൂരിൽ അറിയിച്ചു. 30,000 രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം ജനുവരിയിൽ സമ്മാനിക്കും. ഏഴോം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായ ടി.പി. കുഞ്ഞിരാമന്റെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരമാണ് മാധ്യമപ്രവർത്തകനും പാർലമെന്റ് അംഗവുമായ ജോൺ ബ്രിട്ടാസിന് നൽകാൻ തീരുമാനിച്ചതെന്ന് ജൂറി അംഗങ്ങൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എം.വി. നികേഷ് കുമാർ, പ്രൊഫസർ ബി. മുഹമ്മദ് അഹമ്മദ്, സാഹിത്യകാരൻ ഉണ്ണി മാധവൻ എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. ഏഴോത്തിന്റെ ഗ്രാമപിതാവായാണ് 28 വർഷം പഞ്ചായത്ത് പ്രസിഡന്റായ ടി.പി. കുഞ്ഞിരാമൻ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ നൽകുന്ന പുരസ്കാരം പാർലമെന്റിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന ജോൺ ബ്രിട്ടാസ് എം.പിക്ക് നൽകാൻ ഏകകണ്ഠമായാണ് തീരുമാനിച്ചതെന്ന് ജൂറി അംഗമായ എം.വി. നികേഷ് കുമാർ പറഞ്ഞു. ജോൺ ബ്രിട്ടാസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. ഇപ്പോൾ രാജ്യസഭയിലെ ഏറ്റവും മികച്ച വാഗ്മിയാണ്, ഏറ്റവും നല്ല പാർലമെൻറ്റേറിയനാണ്. ആ നിലയിൽ ജോൺ ബ്രിട്ടാസിലേക്ക് എത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് മാത്രമല്ല, ഐകകണ്ഠേന എടുത്തിട്ടുള്ള തീരുമാനപ്രകാരമാണ് ടി.പി. കുഞ്ഞിരാമന്റെ പേരിലുള്ള ഈ പുരസ്കാരം. മതനിരപേക്ഷതയ്ക്ക് ശക്തി പകരുന്ന പ്രവർത്തനമാണ് പാർലമെന്റിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം.പിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് പ്രൊഫസർ ബി. മുഹമ്മദ് അഹമ്മദും പറഞ്ഞു. ഈ അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ വികസന രംഗത്തിന് കിട്ടുന്ന അവാർഡാണ്. മറ്റൊരു പ്രത്യേകത, ഇത് മതേതര ജനാധിപത്യ മുന്നേറ്റത്തിന് കിട്ടുന്ന ഒന്നും കൂടിയാണ്. കാരണം ബ്രിട്ടാസ് അത്തരത്തിലുള്ള ശ്രമങ്ങളാണ് പാർലമെന്റിൽ പോലും നടത്തി വരുന്നതെന്ന് ഇപ്പം നമുക്കറിയാം. 30,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ജനുവരിയിൽ സമ്മാനിക്കുമെന്നും ജൂറി അംഗങ്ങൾ അറിയിച്ചു. CPM മാടായി ഏരിയ സെക്രട്ടറി വി. വിനോദ്, ഏരിയ കമ്മിറ്റി അംഗം KP മോഹനൻ, ടി.പി. കുഞ്ഞിരാമന്റെ മകൻ CV രാമചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.